നായിൻ ഗ്രാമത്തിലെത്തിയ യാത്രസംഘം അവിടെ വിശ്രമിക്കുകയാണ്. യഹൂദർ നിർബന്ധമായി ആചരിക്കുന്ന ദിനമാണ് സാബത്ത്. ആ സ്ഥലത്തെ നല്ല കാലാവസ്ഥ യാത്രസംഘത്തിന് വിശ്രമത്തിന് ആനന്ദമേകി. കുറച്ചുപേർ തിരുവചന വായനയിലും സമയം ചെലവഴിച്ചു. ചിലർ അവിടുത്തെ സിനഗോഗുകളിൽ പോയി പുണ്യകർമ്മങ്ങൾ കഴിച്ചു. അവർ മേരിയുടെ ഉദരത്തിൽ ഗർഭസ്ഥനായ ശിശു വളർന്നു വരുമ്പോൾ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ ദർശിക്കുന്നു. ദൈവത്തിനും ദൈവമക്കളോടുകൂടി വിശ്രമിക്കാനാണ് സാബത്ത്. യേശു ഉയർത്തത് ഞായറാഴ്ചയായതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സാബത്ത് ഞായറാഴ്ചയുമാണ്. കുടുംബം ഒന്നാകെ ദേവാലയത്തിൽ പോയി ദൈവജനമായി കർത്താവിനെ ആരാധിക്കുവാനും ശ്രവിക്കുവാനുമുള്ള പുണ്യദിനമായി ഞായറാഴ്ചകൾ ആചരിക്കുന്നു. ദൈവം ഒന്നിപ്പിച്ച കുടുംബത്തിൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും സ്വാദും അനുഭവിക്കേണ്ട വിശ്രമദിനമായി നാം ഈ ദിനത്തെ കാണണം. മിസോറാമിലെ ക്രൈസ്തവർ ഞായറാഴ്ചകളിൽ ദൂരയാത്ര ചെയ്യാറില്ല, കളിക്കളത്തിൽ ഇറങ്ങാറില്ല. ദേവാലയ ശുശ്രൂഷയ്ക്ക് ശേഷം അയൽ വീടുകളിൽ പാട്ടുപാടി അവർ ദൈവത്തെ വരവേൽക്കുന്നു. എൻ്റെ ഞായറാഴ്ചകളിൽ അയൽവാസികളെ, പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ സന്ദർശിക്കാൻ നമുക്ക് തീരുമാനിക്കാം. ഉണ്ണി യേശുവിനോട് കൂടെ ഈ ദിനത്തെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ദിനമായി നമുക്ക് മാറ്റിയെടുക്കാം.